എല്ലായിടത്തും അനു. ഇതെന്താ വിച്ചുമോനെ കൊണ്ടുവന്നില്ലേ? ആ ഇല്ല സോനെ, വിച്ചുമോൻ ഇന്ന് അവിടെ നിൽക്കട്ടെ. അവിടെ എല്ലാവരും ഉണ്ട്. ഞാനും ഇന്ദ്രേട്ടനും കൂടി കടയിൽ നിന്ന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. സാധാരണ ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ ഇന്ദ്രേട്ടൻ കൊണ്ടുവരാറ്. ആ ഇത്തവണ നിന്റെ ലിസ്റ്റില്ലെന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ സാധനങ്ങൾ അനു കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ, ഞാൻ ചുമ്മാ എടുത്തൊന്നും അല്ല ഇന്ദ്രേട്ടാ, എല്ലാം കണക്ക് കൂട്ടി ബില്ലാക്കി വെച്ചിട്ടില്ലേ. കാശ് തന്നില്ലെങ്കിലും ഇന്ദ്രേട്ടന്റെ കടയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇനിയൊരു കണക്കുണ്ടാവും. ഇന്ദ്രന് അവന്റെ അമ്മയും കുടുംബപ്പൊളിയും പോറ്റുന്നതിന്റെ കണക്ക് വെക്കാനാണോടി നീ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എല്ലാത്തിനും ഒരു കണക്ക് നല്ലതല്ലേ അമ്മേ? അമ്മയുടെ കാര്യത്തില് ആരും ഇവിടെ കണക്കൊന്നും പറയില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും അനു കണക്കെഴുതി വെക്കും. ആ അതെങ്ങനെയാണെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്കാനും കേട്ടല്ലോ. പിന്നെ ഇതൊക്കെ ഞാൻ അകത്തോണ്ട് വെച്ചോളാം. ഇവൻ ഇങ്ങനായി പോയല്ലോ. ശരിക്കും പെങ്കോന്ന് എന്നാ പറഞ്ഞാ മതി. നിങ്ങൾ സംസാരിക്കേ. വേറൊന്നും അല്ല സോനെ, വീട്ടിലെ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കും. ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല. പിന്നെ ഇന്ദ്രേട്ടന്റെ കടയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാം. കൂടാതെ ബാക്കി സാധനങ്ങൾ പതിവ് പോലെ പറ്റു കടയിൽ നിന്ന് വാങ്ങാം. അതുപോലെ വാട്ടർ ചാർജ്, കറണ്ട് ചാർജ്, പാല്, പത്രം, TV, ഇന്റർനെറ്റും അടക്കമുള്ള മുഴുവൻ ബില്ലും ഇന്ദ്രേട്ടൻ തന്നെ കെട്ടും. പക്ഷേ അടുത്ത മാസം മുതല് ടോട്ടൽ ബില്ല് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതില് ഒരു ഷെയർ സത്യനും ഒരു ഷെയർ ശ്യാമും ഇന്ദ്രേട്ടന് നൽകണം. നീ ഈ കുടുംബത്തെ വെട്ടിമുറിക്കാൻ നോക്കുവാണോടി? അമ്മേ മിണ്ടാതിരിക്കെ. ഷെയർ കൊടുക്കാനില്ലെങ്കിൽ പട്ടിണി കിടക്കണമെന്നല്ലേ ഉള്ളൂ. ആരും ഇവിടെ നിന്ന് ഇറക്കി വിടുവൊന്നുമില്ലല്ലോ. പട്ടിണി കിടക്കേണ്ടി ഒന്നും വരില്ല സോനെ. ഇന്ദ്രേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷെ ഒരു കണക്കുണ്ടാവണം. എല്ലാ മാസവും ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും.